ആക്ടർ വിജയ് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്ന സാധ്യതകൾ, വെല്ലുവിളികൾ എന്നിവ പരിശോധിക്കുന്നു. വെൽക്കം ടു വീഡിയോ. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പൊളിറ്റിക്കൽ അനാലിസിസ് വീഡിയോ ആണ്. വിജയ് എന്ന ആക്ടറിനെ അല്ല, മറിച്ച് വിജയ് എന്ന രാഷ്ട്രീയക്കാരനാണ് ഇവിടെ പരിശോധിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച വിജയുടെ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുടെ സാധ്യതകളും അതിനോടനുബന്ധിച്ച് അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളികളുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളെയോ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയോ അല്ല. തമിഴ്നാട്ടിൽ നിലവിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള 2 നടന്മാരിൽ ഒരാളാണ് വിജയ്. നിലവിൽ അജിത് എന്ന നടൻ തൻ്റെ ഫാൻസ് അസോസിയേഷനുകളെ പിരിച്ചുവിടുകയും അദ്ദേഹം ബൈക്ക് റൈഡുകളും അതുപോലെ തന്നെ ഡ്രോണുമായി ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങളിലുമാണ് ഇപ്പോൾ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ഒരു പുതിയ മാനം രാഷ്ട്രീയത്തിന് കൊടുത്ത് ജനസേവനത്തിനിറങ്ങുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ടത് 2024 ഫെബ്രുവരിയിലായിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ വിജയുടെ സിനിമകൾ രാഷ്ട്രീയം സംസാരിച്ചിരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 2013 അന്ന് റിലീസായ തലൈവ എന്ന സിനിമ വിജയെ ഒരു രാഷ്ട്രീയ നേതാവായോ തലൈവനായിട്ടോ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയുമായുള്ള തർക്കങ്ങളും അതിനുശേഷം വിജയുടെ സംസാരവും ഒരുപാട് മാധ്യമ ശ്രദ്ധയും വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് 2014 കത്തി എന്ന ചിത്രവും 2017 മെർസൽ എന്ന ചിത്രവും നേരിട്ട് കേന്ദ്ര സർക്കാരിനെ BJP ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു എന്നും 2018 ഇറങ്ങിയ സർക്കാർ എന്ന ചിത്രം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. അന്ന് ഒരു പ്രതികാര നടപടി എന്നോണം വിജയുടെ വീട് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുകയും അന്നത്തെ BJP നേതാവായിരുന്ന H. രാജ വിജയുടെ പേര് ജോസഫ് വിജയ് ആണ് എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതും വൻ വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചിരുന്നു. അന്ന് BJPയെ ഒരുപാട് ബാക്ക്ഫയർ ചെയ്ത ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ് സിനിമാ താരങ്ങൾ മുഴുവനായും തമിഴ് രാഷ്ട്രീയക്കാർ, അതായത് പ്രതിപക്ഷ കക്ഷിയിലെ രാഷ്ട്രീയക്കാർ മുഴുവനായും വിജയ്ക്ക് വന്ന സപ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ വിജയുടെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് വിജയുടെ ഫാൻ ബേസ് തന്നെയാണ്. ഒരു കാലത്ത് MGR ഉണ്ടാക്കിയിരുന്ന പോലെ 2020 വരെ രജനീകാന്ത് ഉണ്ടാക്കിയിരുന്ന പോലെ ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ളത് വിജയ്ക്കാണ്. ഒരു പരിധിവരെ വിജയോടൊപ്പം ഫാൻ ബേസ് ഉള്ള മറ്റൊരു നടൻ അജിത്ത് മാത്രമാണ്. 2024 വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുകയും ഏറ്റവും അധികം ആൾക്കാർ ഒരേ സമയം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ആപ്പിൻ്റെ സെർവർ തന്നെ ക്രാഷായി പോവുകയാണ് ഉണ്ടായത്. ഇത് വിജയ്ക്ക് എത്രയധികം സ്വാധീനം ജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവായിട്ട് കണക്കാക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വിജയുടെ ഫാൻസ് ക്ലബ്ബുകൾ മാത്രമായിട്ട്, അതായത് അന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിപ്പിച്ചിട്ടില്ല 115 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവുന്നതിന് മുമ്പ് ഇലക്ഷനിൽ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വിജയുടെ ട്രെയിലർ ലോഞ്ചറുകളുള്ള പ്രസംഗങ്ങൾ വിജയുടെ സിനിമകൾ പോലെ തന്നെ അത്രയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് വിജയുടെ ട്രെയിലർ ലോഞ്ചറിലുള്ള പ്രസംഗങ്ങൾ. ഇത് ഒരു മികച്ച രാഷ്ട്രീയ നേതാവായിട്ടും ഒരു മികച്ച പ്രസംഗകനായിട്ടും വിജയെ മാറ്റിയെടുക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിച്ചിട്ടുണ്ട്. ഒരു സമയം വരെ വിജയ് DMKക്ക് അനുകൂലമായി, അതായത് DMK എന്താണോ പറഞ്ഞു വയ്ക്കുന്നത് അത്തരം രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ നിലവിൽ വിജയ് രാഷ്ട്രീയത്തിൽ DMKയാണ് മുഖ്യ ശത്രുവായിട്ട് കണക്കാക്കുന്നത്. നിലവിൽ വിജയുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അനുസരിച്ച് DMKയും BJPയുമാണ് നിലവിൽ ഏറ്റവും വലിയ മുഖ്യ ശത്രു. ഇതിൽ BJP അത്രമേൽ പ്രസക്തമല്ല തമിഴ്നാട്ടിൽ. ഒരു പരിധിവരെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തിയിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഇലക്ഷനിൽ മാത്രമേ വിജയ് എന്തുമാത്രം ഇമേജ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ആദ്യമേ തന്നെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുന്നതിൽ വിജയുടെ പാർട്ടി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 50% സീറ്റ് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ, ന്യൂനപക്ഷ സംവരണം തുടങ്ങിയ പല ഘടകങ്ങളിലും വിജയ് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള പല യുവജന പ്രക്ഷോഭങ്ങളിൽ രഹസ്യമായി പോലും വിജയ് പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നു. 2024 ഒക്ടോബർ 27 വിക്രവണ്ടിയിൽ, അതായത് വില്ലുപുരം റീജിയൻ, ആദ്യത്തെ റാലിയിൽ തന്നെ 3 ലക്ഷത്തിലധികം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലുമായിട്ട് വിജയുടെ 45 മിനിറ്റ് പ്രസംഗത്തിലേക്ക് വേണ്ടി മാത്രമായി അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഘടകം. 2025 ജൂൺ 9 ചെന്നൈയിൽ മുൻ MLAമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് പാർട്ടിയിൽ നിന്നുള്ളവർ എന്നിവരെ വിജയ് TVKയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻ IRS ഉദ്യോഗസ്ഥനായിട്ടുള്ള KG അരുൺകുമാറാണ് നിലവിലെ ജനറൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചിട്ടുണ്ടാകും. ഇതൊരു പ്രൊഫഷണൽ ലുക്ക് പാർട്ടി കൊടുക്കുന്നുണ്ട്. 2025 ഏപ്രിൽ 26 കോയമ്പത്തൂരിൽ ബൂത്ത് ഏജന്റുമാരെ അഭിസംബോധന ചെയ്തിട്ട് വിജയ് സംസാരിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും 70,000 ഗ്രാസ് റൂട്ട് ഏജന്റുമാരെ 2026 ഇലക്ഷനിലേക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ വീക്ഷണത്തോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിജയ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത്
അനാവശ്യമായിട്ടുള്ള, അതായത് വിജയസാധ്യത കുറവുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു പാർട്ടിയെ ഫോം ചെയ്യാനുള്ള സമയം സ്വാഭാവികമായി എടുത്ത് അതിനുശേഷം വ്യക്തമായ ഐഡന്റിറ്റിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് കടന്ന് ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിജയ് ലക്ഷ്യം വയ്ക്കുന്നത്. 2026 236 സീറ്റുകളിലും TVK സ്വതന്ത്രമായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 2026 ആകുമ്പോഴത്തേക്കും ചെറിയ മാറ്റങ്ങളോ സഖ്യകക്ഷികളോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ടോട്ടലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ തമിഴ്നാട് ഭരിക്കുന്നത് DMKയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാലിൻ സർക്കാരാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കിയും അടുത്ത മുഖ്യമന്ത്രിയുമായി അവതരിപ്പിക്കുന്നത് ഒരുപാട് ജനരോഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതായത് ഒരുതരം പൊളിറ്റിക്കൽ ഫാമിലി സ്റ്റണ്ട് പോലെ ആയി പോകുന്നു. അതായത് കരുണാനിധി മകൻ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി. എന്തിനേറെ പറയുന്നു, DMKയുടെ ഒരു മുൻ MLA പറഞ്ഞത് നമുക്ക് ഉദയനിധിയുടെ മകൻ ഇമ്പനിധിയെ കൂടി ഇലക്ഷനിൽ നിർത്തി മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരണമെന്നാണ്. അതായത് ഇത് സത്യത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ AIDMK, അതായത് നിലവിലത്തെ DMKയുടെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള AIDMK, അതായത് പഴയ ജയലളിതയുടെ പാർട്ടി, ഇന്ന് ജയലളിതയുടെ അഭാവത്തിൽ ഒരു രണ്ടാം തലമുറ നേതാവിൻ്റെ വളരെയധികം വാക്വം അനുഭവിക്കുന്നുണ്ട്. നിലവിലെ OPS EPS എന്ന രണ്ട് നേതാക്കന്മാരുടെ തർക്കം സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ BJPക്ക് ഒറ്റയ്ക്ക് 11% വോട്ടും അലയൻസ് ആയിട്ട്, അതായത് NDA സഖ്യകക്ഷികളായിട്ട് 17% വോട്ടും ഉണ്ട്. സത്യത്തിൽ ഇത് നേടിക്കൊടുത്ത അണ്ണാമല എന്ന നേതാവിനെ അവർ മാറ്റിയതിനു ശേഷം താരതമ്യേന ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യനായിട്ടുള്ള നയനാർ നാഗേന്ദ്രനാണ് ഇപ്പോൾ തമിഴ്നാട് BJPയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരാളാണ് മുൻ സിനിമാ സംവിധായകനും നടനുമായിട്ടുള്ള സീമാൻ നടത്തുന്ന NTK അഥവാ നാം തമിഴ് കച്ചി എന്ന പാർട്ടി. ഇതിന് ഏതാണ്ട് 8.2% വോട്ട് ഷെയർ നിലവിൽ തമിഴ്നാട്ടിലുണ്ട്. അതായത് 46% വോട്ട് പെർസെൻറ്റേജ് ഉള്ള DMK അലയൻസ്, അതായത് ഇന്ത്യ അലയൻസ്. അതുപോലെ തന്നെ 23.5% വോട്ടിംഗ് ഉള്ള AIDMK അലയൻസ്. അതുപോലെ തന്നെ 18.6% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള NDA അലയൻസ്. സത്യത്തിൽ ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഏകദേശ രൂപം നിലവിൽ. ഓൾറെഡി വിജയിച്ച തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സിനിമാക്കാരെ നമുക്ക് നോക്കാം. ആദ്യം MGR. അതായത് രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് തന്നെ MGR സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരേ സമയം ഉണ്ടായിരുന്നു. ഓൾറെഡി സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ DMKയുടെ പ്രവർത്തകനായും നേതാവായും പ്രചാരകനായിട്ടും MGR പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ MGRന്റെ വളർച്ചയിൽ ഒരു പരിധിവരെ DMK എന്ന പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും അതിന് ജനപ്രീതി ഉണ്ടാക്കുന്നതിനും MGRന്റെ പ്രവർത്തനങ്ങളും സിനിമകളും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയലളിത, MGRന്റെ സിനിമകൾ നായികയായി വന്ന ജയലളിത പിന്നീട് രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് എക്സ്പീരിയൻസോടുകൂടിയാണ് അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത്. അതുപോലെ തന്നെ കരുണാനിധി. MGRന്റെ കാലഘട്ടങ്ങളിൽ MGRന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി ആളാണ് കരുണാനിധി. സിനിമാ തിരക്കഥാകൃത്ത് എന്ന നിലയിലും DMKയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും, അതായത് രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ ആളായിരുന്നു കരുണാനിധി. അതുപോലെ വിജയുമായി വളരെയധികം സിമിലാരിറ്റി ഉള്ള ആളാണ്, അതായത് അത്രയധികം സ്വീകാര്യതയുള്ള ആളാണ് വിജയകാന്ത് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം DMDK എന്ന പേരിൽ അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു. പക്ഷെ ആക്ച്വലി ഒരു കൂട്ടണിയായിട്ടാണ് നിന്ന് മത്സരിച്ചത്. കൂട്ടണി എന്ന തമിഴ് വാക്കിനർത്ഥം അലയൻസ് എന്നാണ്. അപ്പോൾ അന്ന് അലയൻസ് ആയിട്ട് നിന്നാണ് മത്സരിച്ചത്. പക്ഷേ DMDK അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് മാറുകയും മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ 5 വർഷത്തിന് ശേഷം ഇലക്ഷനിൽ നിന്ന് വിജയകാന്തിന്, അതായത് 2011 വിജയകാന്തിന്റെ പാർട്ടി 7.9% വോട്ട് പെർസെൻറ്റേജ് കൂടി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു തമിഴ്നാട് അസംബ്ലിയിൽ. പക്ഷേ 2016 ഇലക്ഷൻ സമയത്ത് 2.4% വോട്ട് മാത്രമേ DMDKക്ക്, അതായത് വിജയകാന്തിന്റെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. 0 സീറ്റ് മാത്രമേ അന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ 5 വർഷം സിനിമയിൽ അഭിനയിക്കാതിരുന്നത് വിജയകാന്തിന്റെ ഫെയിം കുറച്ചു എന്നും അത് രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചു എന്നുമാണ് കരുതപ്പെടുന്നത്. അതായത് രാഷ്ട്രീയത്തിൽ നിന്നിലേക്ക് പോകുമ്പോഴത്തേക്കും സിനിമയിൽ നിന്ന് മാറുന്ന നേതാക്കന്മാർക്ക് ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. പിന്നെ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം, അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അസ്തമിക്കുകയാണ് ഉണ്ടായത്. കമൽഹാസൻ ഒരു നടൻ എന്ന നിലയിൽ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ അത്രയധികം പ്രിയപ്പെട്ട നടനാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തിളങ്ങുന്നതിൽ കമൽഹാസൻ പരാജയപ്പെട്ടു. കമൽഹാസൻ പിന്നീട് DMKയുമായി സഹകരിച്ച് നിലവിൽ രാജ്യസഭയിലേക്ക് MP സീറ്റിലോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം വലിയ രീതിയിൽ പ്രശസ്തമല്ലാത്ത രീതിയിൽ ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത് രജനീകാന്തിനാണ്. അതായത് രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടാവുകയും ഈ ട്രാൻസ്പ്ലാന്റേഷൻ കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പ്രതിരോധ ശേഷിയും
പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകളും മറ്റും സെറ്റ് ചെയ്തിരുന്നു. അതോടുകൂടി കൊറോണ വന്നു. കൊറോണയോടുകൂടി വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെയധികം പരിങ്ങലിലാവുകയും ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ശ്രമവും ഇലക്ഷനിൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള ശ്രമവും അദ്ദേഹം പിൻവലിച്ചു. എന്നാൽ പരാജയം ഭീതി കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഒഴിവാക്കിയത് എന്നും ഒരു ആരോപണമുണ്ട്. അപ്പോൾ ആരോപണമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നു. അപ്പാർട്ട് ഫ്രം തമിഴ്നാട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് മലയാളത്തിന്റെ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ. അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കുകയും അത്രയധികം ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. പ്രേം നസീർ എത്തിയ സ്ഥലങ്ങളിലെല്ലാം അത്രയധികം ആൾക്കൂട്ടം ഉണ്ടാവുകയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വരെ ജനക്കൂട്ടം റോഡിൽ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പരാജയമാവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു ചിരഞ്ജീവി, ആന്ധ്രാപ്രദേശിലെ. അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടി ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു. പക്ഷേ ആ ഇലക്ഷനിലോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടും സിനിമാപരമായിട്ടുള്ള തകർച്ച ആരംഭിക്കാൻ ഉണ്ടായത് ആ കാലഘട്ടങ്ങളിൽ. പ്രജാരാജ്യം എന്ന പാർട്ടി പരാജയപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പവൻ കല്യാൺ സ്വന്തമായി ജനസേന എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും അദ്ദേഹം ആദ്യത്തെ 2 ഇലക്ഷനിൽ പരാജയപ്പെടുകതിനു ശേഷം, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കുകയും അതിനുശേഷം 2024 ഇലക്ഷനിൽ ചന്ദ്രബാബു നായിഡുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും അദ്ദേഹം ഇപ്പോൾ നിലവിലെ ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ്. എനിവേ, വിജയ്ക്ക് MGR ഉണ്ടായിരുന്ന പോലെ ഒരു കാലത്ത് രജനീകാന്തിന് ഉണ്ടായിരുന്ന പോലെ വലിയൊരു ആരാധക പിന്തുണയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടില് സ്വാഭാവികമായിട്ടും വ്യക്തമായ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ തന്ത്രം, സംഘടനാപരമായിട്ടുള്ള മികവ്, സ്ഥിരത എന്നിവ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമായിട്ട് തുടരുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു 3ാം ശക്തിയായിട്ട് വരുന്ന ഒരു അദ്ദേഹത്തിന് കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിജയകാന്തിനെ പോലെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായേക്കാം. എനിക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സിനിമാ സ്വാധകൻ എന്ന നിലയിൽ സുഹൃത്തിൻ്റെ ടിക്കറ്റിൽ കണ്ട ഒരു പടമാണ് വിജയുടെ കത്തി എന്ന് പറയുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ വിജയെ പോർട്രേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു കത്തി. അപ്പോൾ അന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഡയറക്ടർമാരെ അദ്ദേഹത്തിന് ആക്ടറിനെ കുറെ കൂടി പൊട്ടൻഷ്യലോടുകൂടി വെളിയിൽ കൊണ്ടുവരണമെന്ന്.